അമ്മുമ്മ ക്ഷേത്രത്തിലേക്ക് പോയി. പക്ഷേ ആ ദിവസം അവളുടെ മനസ്സിൽ ദുഃഖം നിറഞ്ഞിരുന്നു. എന്റെ മൂത്ത പെരുമകൻ ഇപ്പോഴും നല്ലൊരു ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. കല്യാണപ്രായത്തിലേക്ക് എത്തിയ അവന് ഒരു നല്ല ജോലിയും നല്ലൊരു പെണ്ണും കിട്ടി. എല്ലാം മംഗളമായി തീരട്ടെ എന്റെ കൃഷ്ണ. അമ്മുമ്മ ഭക്തിപൂർവം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു കുഞ്ഞുകുട്ടി അവിടെ അപ്രതീക്ഷമായി. മഞ്ഞ മുണ്ടും ചെറിയ പൂകൂടയും അതിൽ ഒരു വാടാമുല്ല മാലയും ഉണ്ട്. കുട്ടി അമ്മുമ്മയുടെ മുന്നിൽ വന്നു. നിഷ്കളങ്കമായ അവന്റെ ശബ്ദം കേട്ടു. അമ്മേ, മാല വേണോ? നല്ല മാലയാ. അമ്മുമ്മ അവനെ സ്നേഹത്തോടെ കവിളിൽ നുള്ളി. എത്രയാ മോനെ ഈ മാലക്ക്? കുട്ടി 3 കുഞ്ഞ് വിരൽ നീട്ടി കൊഞ്ചി പറഞ്ഞു. 4 രൂപ. അമ്മേ, ഈ മാല ഗണപതിക്ക് വെച്ച് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. അമ്മുമ്മ ചിരിയോടെ 50 രൂപ നൽകി. കുട്ടി പറഞ്ഞു. അമ്മേ, എനിക്ക് 4 രൂപ താ. ഞാൻ കുട്ടിയാണെന്ന് കരുതി പറ്റിക്കാൻ നോക്കുകയാണോ? അമ്മുമ്മ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും 10 രൂപ നോട്ട് 5 എണ്ണം നൽകി. കുട്ടി അതുമായി സന്തോഷത്തോടെ ഓടിപ്പോയി. 1 വർഷം കഴിഞ്ഞു. അമ്മുമ്മയുടെ ആഗ്രഹം പൂവണിഞ്ഞു. മകന് ജോലി കിട്ടി. ഗുരുവായൂരിൽ കല്യാണം നടക്കുന്ന ദിവസം ആയിരുന്നു അന്ന്. അപ്പോഴാണ് അമ്മുമ്മക്ക് ആ നിമിഷം ഓർമ്മ വന്നത്, വാടാമുല്ല മാല വാങ്ങിയ ആ കുട്ടിയെ. അമ്മ കടകളിൽ പോയി ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരും തന്നെ ആ മാല വിൽക്കാറില്ല. കൂടാതെ ചെറിയ കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതും കുറ്റകരമാണ്. മറുപടി കേട്ടപ്പോഴാണ് അമ്മുമ്മയ്ക്ക് മനസ്സിലായത് ആ കുട്ടി ആരായിരുന്നു എന്ന്. എന്റെ കൃഷ്ണ, നീ ആയിരുന്നോ കുട്ടിയായി എന്റെ മുന്നിൽ വന്നത്? അവളുടെ കണ്ണുനീരിൽ ഭക്തിയും സ്നേഹവും സമർപ്പണവും 3ഉം കലർന്നിരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ.